ഇടതുപക്ഷത്തിന് വേറുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി ആയിരിക്കും. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി അല്ല, സി പി എം ആണ്. സി പി എമ്മിൻ്റെ അണികളുടെ ഒരു 80% ഹിന്ദുക്കളാണ്. അതിപ്പോഴും അതെ. അല്ലെ, അതിനെ അതിജീവിച്ച് ബാക്കിയുള്ള ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ സാധിക്കുകയും സി പി എമ്മിൻ്റെ സഹയാത്രികരായിരുന്ന വളരെയധികം ഹിന്ദുക്കളെ ഒന്ന് മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കാനും കാരണമായിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നിലയ്ക്കൽ സമരം ഒരു കാരണമാണ്. മാർപ്പാപ്പ് വരുമ്പം സ്ഥിരം വേദി ഉണ്ടാക്കാൻ ശ്രമിച്ചതിനെ ചെറുത്തതൊരു കാരണമാണ്. പിന്നെ ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ കാലാകാലം വന്നു വരും. ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു പുതിയ ഉണർവിന് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഭാഗവും അടുത്ത് വരുന്നുണ്ട്. എത്രമാത്രം ഇതുണ്ടെന്നല്ല, പക്ഷേ എന്നാലും സുരേഷ് ഗോപിയുടെ വിജയമൊക്കെ അതും കൂടി ചേർന്നാണല്ലോ. അത്തരത്തിൽ ഇപ്പോൾ ഒരു നല്ല മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെ തന്നെ സുഗമമായ പാതയിലാണ്. സി പി എമ്മിൻ്റെ പഴയതുപോലുള്ള ഒരു അന്ധമായ ഒരു ആവേശമൊന്നും അണികളിൽ ഇപ്പോഴില്ല. അത് വളരെ പ്രകടമാണ്. എനിക്ക് തോന്നുന്നു അവർക്കും ആ കാര്യം ബോധ്യം ഉണ്ടാവും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസനങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ്. ഇപ്പോൾ കന്യാകുമാരി കാശ്മീർ തീരദേശ ഒരു പാത വാജ്പേയി സർക്കാരിൻ്റെ കാലത്തുണ്ടായതാണ്. അന്ന് കേരളം അതിനോട് യോജിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കന്യാകുമാരി എന്ന് സ്റ്റാർട്ട് ചെയ്ത് കാശ്മീർ വരെ ആ റോഡ് പോകുന്നത്. നമ്മളിവിടുന്ന് എങ്ങനെയും നാഗർകോവിൽ കടന്നു കിട്ടിയാൽ പിന്നെ നമുക്ക് യാത്ര എളുപ്പമാണ്. ആ വഴി പോരല്ലേ, അറിയാമല്ലോ. എന്തുകൊണ്ട് ഇതിവിടെ വന്നില്ല? എന്നിട്ട് ഇവിടെ നിതിൻ ഗഡ്കരി എത്തെല്ലാം നമ്മുടെ ഹൈവേ വികസനങ്ങൾ ഉണ്ടാക്കി. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ മരാമത്ത് മന്ത്രി അതിൻ്റെ മുമ്പ് ഈ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നതാണ്. അതല്ല, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വികസനങ്ങൾ നമുക്ക് കാണാം. കേരളത്തിൽ ആൾ ഇന്ത്യയിൽ തന്നെ എത്രയോ ഇടത്ത് ഈ ഗ്രാമങ്ങളെ പട്ടണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാതകളില്ലായിരുന്നു. കാളവണ്ടി ഓടിക്കൊണ്ടിരുന്ന ഇപ്പോൾ എല്ലാം ടാർ ചെയ്ത് ഒരു ദിവസം എത്ര കിലോമീറ്ററാണ് റോഡ് ടാർ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം പ്രകടമായി കാണുന്ന ഇതാണ്. അതുപോലെ മറ്റു പല കാര്യങ്ങളിലും ഇപ്പം വ്യാവസായിക രംഗത്താണെങ്കിലും സെൽഫ് എംപ്ലോയ്മെൻറ്റ് എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചു ആദ്യത്തെ മോഡി സർക്കാർ മുതൽ തന്നെ. അത്തരം വികസനങ്ങൾ വരുത്തുന്നത് പ്രഖ്യാപിക്കേണ്ട കാര്യമല്ല, കാരണം ജനങ്ങൾ കൺമുന്നിൽ കാണുന്നതാണ്. അതുകൊണ്ടാണല്ലോ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതല്ല, ഇത് ചുമ്മാ കൃത്രിമമായി ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അതിദാരിദ്ര്യമുക്തം. അതിൻ്റെ അപകടം ഇതാണ്. ഇപ്പോൾ PM ശ്രീ പദ്ധതി ഉപേക്ഷിച്ചു. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതല്ലേ നഷ്ടപ്പെടുന്നത്? ആർക്കാണ് നഷ്ടപ്പെടുന്നത്? ഒരു സാധാരണക്കാരൻ്റെ മക്കൾക്കാണ്, അല്ലാതെ ഈ പറയുന്ന മക്കളുടെ ആരുടെ അല്ല. ഇവരാരുടെയെങ്കിലും നേതാക്കന്മാരുടെ മക്കൾ സർക്കാർ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. അവർക്ക് ഈ സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് വേണ്ടെന്ന് വെച്ചൊന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും മാധ്യമം അത് എഴുതി കഴിഞ്ഞു?